ബൈബിളിലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകം മുഴുവൻ ചെറുതാകുകയും പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ലോകത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കൈവരികയും അങ്ങനെ ഇരിക്കുന്ന പലരും തകർന്നടിയുകയും പല സാമ്രാജ്യങ്ങൾ തകർന്നടിയുകയും പല സാമ്രാജ്യങ്ങൾ പിന്നിലായിരുന്ന സാമ്രാജ്യങ്ങൾ ഉയരുകയും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാമ്രാജ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൈവരികയും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മൃഗം ഉടലെടുക്കുകയും ഈ മൃഗം ലോകം ഭരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. സകല രാജ്യങ്ങളും ഈ മൃഗത്തിനെ കണ്ട് അത്ഭുതപ്പെടുന്നു. ഈ മൃഗത്തിനെ പലരും ആരാധിക്കാനായിട്ട് നിൽക്കുന്നു. ഈ മൃഗത്തിൻ്റെ നമ്പറാണ് 666 666. ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രശസ്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് ടൈമിലാണ് ലോകം മുഴുവൻ സ്തംഭിച്ചു. ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പല സാമ്രാജ്യങ്ങളും തകർന്നടിഞ്ഞു. ഈ കോവിഡിൻ്റെ പേരിൽ പലതും ലോക്ക്ഡൗണിൽ തകർന്നടിഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല പല രാജ്യങ്ങളും ലോക്ക്ഡൗണിൽ നിന്ന് കയറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല രാജ്യങ്ങളും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തും ലോക്ക്ഡൗൺ വന്നു. ലോകത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പല സാമ്രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള ചെറിയ ചെറിയ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ ഇതിൻ്റെ വാക്സിൻ കണ്ടെത്തുകയും അങ്ങനെ കൊറോണയെ തുരത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്തിലെല്ലാം ഉപയോഗിച്ച ഒരു സാധനമാണ് ഇൻ്റർനെറ്റ്, ഓൺലൈൻ ബിസിനസ്, QR കോഡ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക വഴി ഓൺലൈൻ ബിസിനസ് വ്യാപാരം വൻതോതിൽ വ്യാപിച്ചു. അപ്പോൾ ഈ പലരും ഓൺലൈൻ വ്യാപാരം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ അത് ഒരു വലിയ ഒരു സാമ്രാജ്യ ശക്തിയായി മാറിയിരിക്കുകയാണ്. എല്ലാവരും തകർന്നടിഞ്ഞ് വായ് പൊളിച്ചിരിക്കുന്ന സമയത്താണ് വ്യാപാരം നടത്തുന്നതിനായിട്ട് കറൻസി ഉപയോഗിക്കാൻ പറ്റില്ല, ഓൺലൈൻ വ്യാപാരം ഉപയോഗിക്കണമെന്ന രീതിയിലേക്ക് വന്നത്. ആദ്യം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന ഒരു ടെക്നോളജിയാണ് QR കോഡ് ടെക്നോളജി. അങ്ങനെ അത് പല കടകളിലും ഇത് സ്ഥാപിക്കുകയും പലരും ഇത് QR കോഡ്, അതായത് ഒരാളെന്നെ തൊടേണ്ട സാഹചര്യമില്ല, ഈസി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ക്യാഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കള്ളന്മാരെ പേടിക്കേണ്ട കാര്യമില്ല, പോക്കറ്റടി ഉണ്ടാവില്ല. ഈ സാഹചര്യമൊക്കെ മുൻനിർത്തി ഇപ്പോൾ എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത്. അതായത് കൊടുക്കൽ വാങ്ങലുകളെല്ലാം ഈ QR കോഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ നടത്തി വരുന്നത്. വളരെ റയറായിട്ട് മാത്രമേ ക്യാഷ് ഉപയോഗിക്കുന്ന സാഹചര്യമുള്ളൂ. ചെക്ക് ലീഫുകളൊക്കെ ഇപ്പോൾ കാണാക്കതിയായി, കാണാൻ കിട്ടാത്ത അവസ്ഥയായി. പലർക്കും ചെക്ക് ലീഫ് എന്താണ് സാധനം പോലും അറിയാത്ത രീതിയിലായി. എല്ലാം ഓൺലൈൻ ബിസിനസ് വന്നു. Paytm, അതുപോലെ ഗൂഗിൾ പേ, ഇതുവഴിയെല്ലാം പേ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ലോകം മുഴുവനും ഒരു കുടക്കീഴിൽ വരികയും വ്യാപാരം നടത്തുന്നതും മറ്റുമെല്ലാം ഇതുവഴിയാണ്. ഇതിൽ രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ, അതായത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം കൊണ്ടില്ല, ഒന്നും നടക്കില്ല എന്ന സാഹചര്യം വന്നു. അതായത് ബൈബിളിൽ പറഞ്ഞ പോലെ 666 എന്ന സംഖ്യയുടെ മൃഗം എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർനെറ്റാണ്. ഇത് ഉത്ഭവിച്ചോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് QR കോഡാണ് ഈ 666 എന്ന് പറഞ്ഞതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം. അപ്പോൾ പലരും പല വിശ്വാസികളും പലതരത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇത് ബൈബിളിൽ പറഞ്ഞ പോലെ അവസാന നാളിൻ്റെ തുടക്കമാണോ എന്ന് സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്.
വിദ്യാഭ്യാസം, ബാങ്കിങ്, പ്രിൻറ്റിങ് തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പല തരത്തിലുള്ള ഇൻഫർമേഷനുകൾ നിറഞ്ഞതാണ്. പണ്ടൊക്കെ ഈ ഇൻഫർമേഷനുകൾ കൈകാര്യം ചെയ്തിരുന്നത് മാനുവലായിട്ടാണ്. നമ്മൾ ബാങ്കിൽ ചെന്ന് ഒരു ചെക്ക് കൊടുത്താൽ അവർ ഒരു തടിയൻ പുസ്തകമെടുത്ത് അതിൽ പേന കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യും, എന്നിട്ട് അടുത്ത ടേബിളിലേക്ക് കൊടുക്കും. അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ഇതേപോലെ എടുക്കുന്ന ഒരു വലിയ തടിയൻ പുസ്തകമായിരിക്കും. അങ്ങനെ നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും എവിടെ ചെന്നാലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എന്താണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇൻഫർമേഷനുകളാണ്. നമ്മുടെ പേര്, നമ്മുടെ വിലാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇൻഫർമേഷനുകളാണ്. ഇതെല്ലാം മാനുവലായിട്ട് ബുക്കിൻ്റെ അകത്ത് എഴുതിയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇതെല്ലാം ഒരുപാട് മനുഷ്യാധ്വാനം, കടലാസ്, വളരെ വിലപ്പെട്ട സമയം ഒക്കെ കഴിഞ്ഞേ കാര്യം നടക്കുകയുള്ളൂ. എന്നാൽ ഇന്നോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ഇൻഫർമേഷനുകളെ ഡിജിറ്റുകളിലേക്ക് മാറ്റിയപ്പോൾ സംഭവിച്ച മാറ്റമാണിത്. കിണറ്റിൽ നിന്ന് വെള്ളം തൊട്ടിയും കയറും വെച്ച് കോരിയെടുക്കുന്ന സ്ഥാനത്ത് പമ്പും മോട്ടറും ഒക്കെ വെച്ചപ്പോൾ ഉള്ള മാറ്റം പോലെയാണത്. അതെങ്ങനെ? നമുക്ക് നോക്കാം. നമുക്ക് ആശയവിനിമയത്തിന് ഭാഷ ആവശ്യമാണല്ലോ. സത്യത്തിൽ എന്താണ് ഈ ഭാഷ എന്നത്? മലയാളമാണെങ്കിൽ ഒരു 56 അക്ഷരം, ഇംഗ്ലീഷ് ആണെങ്കിൽ 26 അക്ഷരം, അങ്ങനെയുള്ള അക്ഷരങ്ങളുടെ കൂട്ടം. അത് പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ അറേഞ്ച് ചെയ്താണ് ഡിജിറ്റൽ ടെക്നോളജി നമ്മെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു സാധനം കാരണം വഴിയാധാരമായി പോയത് പോക്കറ്റടിക്കാരാണ്. ആർക്കും പണം കൊണ്ടു നടക്കേണ്ട അവസ്ഥയില്ലാത്തതിനാൽ കഷ്ടപ്പെട്ട് പോക്കറ്റടിച്ചാൽ കിട്ടുന്നത് 100-200 രൂപയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ മറുപടി പറയാം, അത് ഡിജിറ്റൽ എക്കണോമി ആണെന്ന്. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മളിൽ പലരും ഉറച്ചു വിശ്വസിച്ചിരുന്നിടത്താണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ലോകം അമ്പരന്ന് നിന്നുപോയ ഈ സാങ്കേതിക വിപ്ലവം നടന്നതും തുടരുന്നതും. നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ? വീഡിയോ മുഴുവൻ കാണുവാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ റെഡിയല്ലേ? നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചില പദങ്ങളുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ബാങ്കിങ്, ഡിജിറ്റൽ എക്കണോമി, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ സിനിമ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി. എന്താണിപ്പോൾ ഈ ഡിജിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ എന്നാൽ ഡിജിറ്റ് അഥവാ 1, 2, 3 എന്ന സംഖ്യകൾ. അപ്പോൾ ഡിജിറ്റൽ എന്നാൽ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഡിജിറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് കാര്യമുണ്ട്. നാം അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് സാമ്രാജ്യ ശക്തിയായിരുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ ഇതൊക്കെ പിന്നിലേക്ക് പോയ ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്ക ഒരു വ്യാപാര യുദ്ധം തുറന്നുവിട്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾക്കും തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും ഇന്ത്യ 50% തീരുവ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല തീരുവ നയങ്ങളും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഒന്നിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മീറ്റിംഗ് നടക്കാനായിട്ട് പോവുകയാണ്. ചൈനയിലേക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും റഷ്യൻ പ്രസിഡൻറ്റിനെയും വിളിച്ചിരിക്കുകയാണ്. ഇനി ഇവർ ഒന്നിക്കുമോ? ഒന്നിച്ചാൽ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അപ്പോൾ പല രാജ്യങ്ങളും ഡോളറിനെ തള്ളിക്കളയും. മറ്റൊരു കോയിൻ, അതായത് കൈമാറ്റ രീതി വരികയും ഡോളർ തള്ളിപ്പോവുകയും അമേരിക്ക പിന്നിലാവുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബൈബിളിൽ എഴുതിയ വചനം പൂർത്തിയായി വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് പഴയ സാമ്രാജ്യങ്ങളെല്ലാം നശിച്ചു പോവും, പുതിയ സാമ്രാജ്യങ്ങൾ ഉടലെടുക്കും.
അപ്പോൾ ഈ സാഹചര്യത്തിൽ ബുദ്ധിയുള്ള ഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്.